നിങ്ങളുടെ ഇത്തരം, അതായത് നിങ്ങൾ ജനിച്ച അന്ന് തൊട്ട് ഈ നിമിഷം വരെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം നിൽക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ സഹായം കൊടുത്തു കാണും, അതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തന്നു കാണും. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓർമ്മിച്ച് ആ നന്ദി പ്രകടനം നിങ്ങൾ കാട്ടാനായിട്ട് ഒരു ദിവസം തന്നെ ഇറങ്ങി പുറപ്പെടുമോ? ഇല്ല. നിങ്ങൾ അന്നേരം സഹായിച്ചു, അന്നേരം അങ്ങ് മറന്നു പോയി. അല്ലെങ്കിൽ അവരന്നേരം സഹായിച്ചു, അന്നേരം തന്നു, തിന്നു, കുടിച്ചു, പോയി. അത്രേ ഉള്ളൂ. അത്രേ ആകാവൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അത് നമ്മൾ തലച്ചോറിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്കിവിടെ ഗൂഗിൾ പേ ചെയ്യുന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതൊക്കെയും നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മയിൽ വന്നാൽ മാത്രം എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഇട്ട് തന്നാ മതി. അല്ലാതെ നാഗ എനിക്ക് ദാനധർമ്മം ചെയ്ത് തന്നല്ലോ, കൊടുക്കണമല്ലോ എന്ന് കരുതി തരേണ്ട. അതുപോലെ ഞാനും അതുപോലെയാണ് തിരിച്ചും. ഓർമ്മയിൽ വന്നാൽ മാത്രമേ ഞാൻ ആ വ്യക്തിയെ ഇങ്ങനെ പേരെടുത്ത്, ഇങ്ങനെ നമ്പരോ പേരോ എടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ദാനധർമ്മം ചെയ്യാറുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി ഞാൻ ഇരിക്കുകയല്ല. കേട്ടോ? നമ്മളുടെ ഓർമ്മകളൊക്കെ നിങ്ങൾ പറയും പോലെയല്ല. എല്ലാ കാലത്തും എല്ലാ ഓർമ്മകളും നമ്മളുടെ ബ്രെയിനിലോ മനസ്സിലോ ഒന്നും തങ്ങി നിൽക്കാറില്ല. ഞാൻ എത്രയോ വർഷക്കാലം കൊണ്ട് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, ഒന്ന് ചിന്തിക്കല്ല, ഒന്ന് തിരിച്ചറിയൂ. നിങ്ങൾ ആർക്കൊക്കെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങള് ഓർമ്മിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവര് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. അവരെ എപ്പോഴെങ്കിലും കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും, ഓ എനിക്ക് പണ്ട് ഇന്ന ആള് ഇന്നത് തന്ന് എന്നൊക്കെ ഓർക്കുന്നത്. ആ ഓർമ്മയിൽ എടുത്തിട്ട് നിങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സൗഹൃദങ്ങൾ ഇങ്ങനെ മാറി 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 വേണം. ഒരാളെ മാത്രം കൂട്ടുപിടിക്കരുത്.